الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين ജീവിതത്തിന് എല്ലാ രംഗത്തും അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. കരാർ പാലനം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതീവമായ ഗൗരവമേറിയ വിഷയമാണ്. വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് സന്ധികൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ കരാറുകൾ. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കരാറാണ് ഹുദൈബിയ സന്ധി. അപ്പോൾ ഈ ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് സുഹൈൽ ഇബ്നു അംറാണ് ഖുറൈശികളുടെ ഭാഗത്തുനിന്ന് ഈ കരാർ എഴുതാൻ വേണ്ടി വരുന്നത്. അപ്പോൾ സുഹൈൽ ഇബ്നു അംറിൻ്റെ നേതൃത്വത്തിൽ എഴുതുന്ന കരാറിൽ ഉള്ള കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു ന്യായവുമില്ലാത്ത ചില വാദങ്ങളാണ് അവരുടെ ഭാഗത്തുണ്ടായത്. അതായത് മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായിട്ട് വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ കൂടെ ചേരാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവരെ വിട്ടുകൊടുക്കില്ല. അവരെ മക്കയിൽ അവിടെ വെച്ച് പീഡിപ്പിക്കും, അവരെ മർദ്ദിക്കും. അതേസമയം ആരെങ്കിലും മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉള്ളൊരാൾ തിരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെയും സഹാബത്തിനെയും ഒഴിവാക്കി വിശ്വാസം പരിത്യജിച്ചുകൊണ്ട് മക്കക്കാരെ കൂടെ കൂടുകയാണെങ്കിൽ അവരെ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള കരാർ. അപ്പോൾ ഈ കരാറിൽ ഉള്ള ഈ വ്യവസ്ഥ എഴുതിക്കൊണ്ടിരിക്കുക സുഹൈൽ ഇബ്നു അംർ കരാർ എഴുതുക അബൂജന്തൽ, സുഹൈലിൻ്റെ മകൻ അബൂജന്തൽ അവനോട് കയറി വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെയധികം മർദ്ദിതനായിട്ടാണ് വരുന്നത്. മക്കയിൽ നിന്ന് ആ തടവിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കയറി വരികയാണ്. റസൂലുള്ളാഹിനോട് ഇങ്ങനെ കരഞ്ഞപേക്ഷിക്കുകയാണ്, എന്നെ നിങ്ങളെ കൂടെ കൊണ്ടുപോകണം.
പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് ഇവിടെ കരാറായിപ്പോയി. കരാർ എന്താണ്? അവിടുന്ന് ഒരാൾ രക്ഷപ്പെട്ടു വരുമ്പോൾ സ്വീകരിക്കൂല. അപ്പോൾ സഹാബാക്കൾ പല ആളുകൾക്കും ഈ കരാറിൽ തന്നെ, പ്രത്യേകിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു വളരെയധികം അസ്വസ്ഥനാവുണ്ട്. എല്ലാ സഹാബത്തും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ കരാറിൻ്റെ തുടക്കത്തിൽ റഹ്മാൻ റഹീം വെട്ടാൻ പറഞ്ഞു. റസൂലുള്ളാഹി അംഗീകരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ മുഹമ്മദ് മാത്രം എഴുതിയാൽ മതി, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്നാണ് എഴുതേണ്ടത്. അലി റളിയല്ലാഹു എഴുതാൻ മയക്കാൻ മടിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വന്തം കൈകൊണ്ട് മായ്ച്ചു കളഞ്ഞു. അപ്പോൾ ഈ രംഗത്ത് റസൂലുള്ളാഹിക്ക് അത്രമാത്രം തൻ്റെ അനുയായികളെ ഇഷ്ടമാണ്. എന്നിട്ട് പോലും ആ മർദ്ദനത്തിലേക്ക് തിരിച്ച് അബൂജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഈ കരാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഹാബക്കൾ ഇങ്ങനെ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ഖതഅ മുആഹിദൻ, ആരെങ്കിലും കരാർ ലംഘിക്കുകയാണെങ്കിൽ ലം യറഹ് റായിഹത്തുൽ ജന്ന, അവർക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും അവൻ അനുഭവിക്കുകയില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു അമുസ്ലിമിനോടുള്ള കരാറാണെങ്കിൽ പോലും ആ കരാർ എത്രമാത്രം നമ്മൾ കരാറിൽ ഏർപ്പെട്ടു, അതിൽ ഏകപക്ഷീയമായതാവട്ടെ അന്യായമാവട്ടെ, പക്ഷെ നമ്മളെങ്ങാനും ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അമുസ്ലിമിനോടാണെങ്കിൽ പോലും ഇസ്ലാമിൻ്റെ ശത്രുക്കളോടാണെങ്കിൽ പോലും ആ കരാർ എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണമെന്നും കരാർ പൂർത്തീകരിച്ചില്ലെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും, ഈ ഹദീസിൻ്റെ ബാക്കി പറയുന്നത് 40 വർഷത്തിൻ്റെ വഴിദൂരം, 40 വർഷത്തിൻ്റെ വഴിദൂരം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കരാർ ലംഘിച്ച ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുനാഫിക്കിന്റെ ലക്ഷണം പഠിപ്പിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? വഇദാ വഅദ അഖ്ലഫ. ആരാണ് മുനാഫിക്ക്? ആയത്തുൽ മുനാഫിഖ് സലാസുൻ. മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ 3 എണ്ണമാണ്. വേറെ ഹദീസ് 4 ആണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? വഇദാ വഅദ അഖ്ലഫ. വാഗ്ദാനം പറഞ്ഞാൽ, കരാറുണ്ടാക്കി കഴിഞ്ഞാൽ അത് ലംഘിക്കുക. ഒരു കാര്യം വാഗ്ദാനം പറയുക അല്ലെങ്കിൽ ഒരു കരാറിൽ ഏർപ്പെടുക, ഇതൊക്കെ അത് പൂർത്തീകരിക്കുക എന്നത് വിശ്വാസിയുടെ ഏറ്റവും ഗൗരവമേറിയ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുടനീളം കരാറുകളാണ്. നമ്മുടെ കച്ചവടം അത് കരാറാണ്. നമ്മുടെ കുടുംബജീവിതം അതൊരു കരാറാണ്. മീസാക്കൻ ഖലീദ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഭാര്യ ഭർത്തൃബന്ധത്തെക്കുറിച്ച് പറഞ്ഞ ഖുർആൻ പറഞ്ഞത് മീസാക്കൻ ഖലീദ, ബലിഷ്ഠമായ കരാർ. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏതൊക്കെ രംഗങ്ങളിൽ കരാറുകൾ പാലിക്കേണ്ടതുണ്ടോ അതെല്ലാം ഒരു വിശ്വാസി പാലിക്കണം. അതിന് എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും. ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെട്ട 2 സഹാബാക്കൾ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് 2 ചെറുപ്പക്കാരായ സഹാബത്ത് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരോട് നിർബന്ധിച്ച് ശപഥം ചെയ്യിപ്പിച്ചപ്പോൾ ആ സംഗതി റസൂലുള്ളാഹിനോട് ഒന്ന് പറയണം. അവർ ശപഥം ചെയ്യും തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ആളുകളെ ഒരു അവിശ്വാസിയോട് ആ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു ശപഥമായിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ബദറിൽ പങ്കെടുക്കേണ്ട. എത്രമാത്രം പുണ്യകരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക എന്നുള്ളത്. അതിന് പോലും അതും ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഈ 2 സഹാബത്തിനെ വിലക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കരാർ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരുമായിട്ടുള്ള കരാറിനെ കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞത്. എന്നാൽ ലോക സൃഷ്ടാവായ അള്ളാഹുമായിട്ട് നമ്മൾക്ക് കരാറുണ്ട്. ഈ കാര്യം ഞാൻ എൻ്റെ റബ്ബുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം നമ്മളിൽ എത്ര ആളുകൾക്ക് അറിയാം? അല്ലെങ്കിൽ ആ അള്ളാഹുമായിട്ട് നമ്മളുണ്ടാക്കിയ കരാറിനെ കുറിച്ച് നമ്മൾ എത്രമാത്രം ബോധവാന്മാരാണ്? ഇത് നമ്മൾ പരിശോധിക്കണം. ഞാൻ ഓതി വെച്ച ആയത്തിൽ സൂറത്ത് ആറാഫിൽ 172 ആയത്തിൽ പറയുന്നുണ്ട്, അലസ്തു ബി റബ്ബിക്കും. ആദമിൻ്റെ സന്തതികളെ മൊത്തം മുതുകിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അള്ളാഹു ചോദിക്കണം, അലസ്തു ബി റബ്ബിക്കും ഖാലു ബലാ ഷഹീദന. ഒരു സാക്ഷ്യം വഹിക്കലാണ്. അള്ളാഹു അല്ലാത്ത ഒരു റബ്ബ് ഞങ്ങൾക്കില്ല. ഇതിന് സാക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റേ റൂഹുകളുടെ ലോകത്ത് വെച്ചിട്ട് ഈ സംഗതി മുഴുവൻ മനുഷ്യരോടും ചോദിക്കൂ. എന്നിട്ട് പിന്നെ മനുഷ്യർ ഭൂമിയിലേക്ക് വരുന്നു.
എന്നിട്ട് റബ്ബ് അള്ളാഹു ആണ് എന്നതിന് വിരുദ്ധമായി മനുഷ്യൻ പ്രവർത്തിക്കാൻ പാടില്ല. ഇത് അള്ളാഹിനോടുള്ള കരാറാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന് അവസാനം പറയുന്നുണ്ട്, അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ഷഹീദ്നാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നത് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ സാക്ഷ്യം വഹിപ്പിച്ച എന്തിനാ? ഇതൊരു കരാറാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പരലോകത്ത് നിങ്ങൾ തിരിച്ച് എൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ആ കരാറിനെ കുറിച്ച് അശ്രദ്ധരായിരുന്നു, ഞങ്ങൾ ആ സാക്ഷ്യത്തെക്കുറിച്ച് അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പം അള്ളാഹുമായിട്ട് നമുക്ക് കരാറുണ്ട്. അള്ളാഹുമായിട്ടുണ്ടാക്കിയ കരാർ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ജീവിതം, നമുക്ക് അള്ളാഹു നൽകിയത് എന്തുണ്ടോ അതെല്ലാം അള്ളാഹുവിന് കൊടുക്കലാണ്. എല്ലാം. ഒന്നാം അഖബ ഉടമ്പടി, രണ്ടാം അഖബ ഉടമ്പടി, 2 ഉടമ്പടികൾ. ഈ 2 ഉടമ്പടികളും ചരിത്രത്തിലെ പ്രസിദ്ധമായ സംഭവങ്ങളാണ്. ഒന്നാം അഖബ ഉടമ്പടി സഹാബാക്കൾ ഏകദേശം 5 ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മക്കയിൽ അന്നത്തെ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മക്കയിൽ റസൂലുള്ള പ്രബോധന പ്രവർത്തന തുടക്കത്തിലാണ്. അപ്പോൾ ഓരോരുത്തരും വന്ന് റസൂൽ ഇങ്ങനെ കാണും, ഞാൻ പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, നിങ്ങളെന്നെ വിശ്വസിക്കാൻ തയ്യാറാവുമോ, എനിക്ക് നിങ്ങൾ സംരക്ഷണം തരുമോ എന്നൊക്കെ ഇങ്ങനെ റസൂൽ ഇങ്ങനെ ചോദിച്ചു നടക്കും. അങ്ങനെ 5 അൻസാരികൾ അന്ന് റസൂലുള്ളാഹിയുമായി കണ്ടുമുട്ടാണ്. ഈ 5 സഹാബാക്കൾ പിന്നീട് മദീനയിൽ പോയി പിന്നീട് അത് 75 ആളുകളായിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ അർദ്ധരാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇതാണ് 2ാം അഖബ ഉടമ്പടി. ഈ 2ാം അഖബ ഉടമ്പടി നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാതിരാത്രിയിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ, അദ്ദേഹം അന്ന് വിശ്വാസിയായിട്ടില്ല, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖബ കുന്നിൽ വെച്ചുകൊണ്ട് വളരെ രഹസ്യമായിക്കൊണ്ട് മഹാരഥന്മാരായ അൻസാരികളുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. റസൂൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ആ ഉടമ്പടിയിൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി എന്ത് കരാറാണ്, എന്ത് ഉടമ്പടിയാണ്, എന്ത് കരാറാണ് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി പാലിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന് വേണ്ടി എന്ത് കരാറാണ്, അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി എന്ത് കരാറാണ് ഞങ്ങൾ പാലിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടിയുള്ള നിങ്ങളുടെ കരാർ, അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, ആരാധനയുടെ ഒരു അംശവും അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കാൻ പാടില്ല, അള്ളാഹു വിലക്കിയതിൽ നിന്ന് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ മാറി നിൽക്കണം, അള്ളാഹു നമ്മളോട് നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ചെയ്യണം, നിർബന്ധമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇതാണ് അള്ളാഹുമായിട്ടുള്ള കരാർ. ഞാനുമായിട്ടുള്ള കരാർ, എന്നെ, എൻ്റെ കൂടെയുള്ള സഹാബത്തിനെ, മുഹാജിറുകളായി വരുന്ന സഹാബത്തിനെ നിങ്ങൾ സംരക്ഷിക്കണം. നിങ്ങളുടെ സ്വന്തം ഭാര്യയെക്കാളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കാളും അപ്പുറം അതിനേക്കാൾ വില കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവൻ വെടിഞ്ഞുകൊണ്ടിട്ടായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കൂ, പ്രവാചകരെ, ഞങ്ങൾക്കതിന് പകരമായി എന്ത് ലഭിക്കും? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കതിന് പകരമായി സ്വർഗം ലഭിക്കും. അൽ ജന്ന, സ്വർഗമാണ് ലഭിക്കുന്നത്. ഇന്നല്ലാഹ ഇശ്തറാ, തീർച്ചയായും വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണം, ഇശ്തറാ മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്ന് അല്ലാഹു പകരം വാങ്ങിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നല്ല പകരം വാങ്ങിച്ചിരിക്കുകയാണ്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും, നമ്മുടെ സ്വന്തം ശരീരം അല്ലാഹു നമ്മളിൽ നിന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ അല്ലാഹുവിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ വിശ്വാസികളാണെങ്കിൽ. അംവാലഹും, നിങ്ങളുടെ ധനം, അള്ളാഹു നമുക്ക് നൽകിയത് എന്തുണ്ടോ, ധനം എന്ന് പറഞ്ഞാൽ എല്ലാ ധനവും, നമുക്ക് നൽകിയ മക്കളാണെങ്കിലും നമ്മുടെ സമ്പത്താണെങ്കിലും എന്തും, എന്താണ് പകരം? ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗത്തിന് പകരമായി. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ലാ നഖീലു വലാ നസ്തഖീലു, ഞങ്ങൾ ഈ കരാറിൽ നിന്നൊരു അംശം പോലും പുറകോട്ട് പോവുകയില്ല. ഈ കരാർ റബിഹൽ ബൈ, ഇത് ലാഭകരമായ ഒരു കരാറാണ്, ഇത് ലാഭകരമായിട്ടുള്ള ഒരു കച്ചവടമാണ്. അതിൻ്റെ പേരിൽ ഈ കരാറിൽ നിന്ന് ഞങ്ങൾ ഒരൽപ്പം പോലും പുറകോട്ട് പോവുകയില്ല. അങ്ങനെ മഹാരഥന്മാരായ സഹാബത്ത്, മുഹാജിറുകളാണെങ്കിലും അൻസാറുകളാണെങ്കിലും
അള്ളാഹുമായി ഏറ്റെടുത്തിട്ടുള്ള, അള്ളാഹുവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന് സമർപ്പിക്കാം, ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ താല്പര്യങ്ങൾ മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കാം, ഞങ്ങളുടെ ജീവിതത്തിലെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാം എന്ന കരാർ മഹാരഥന്മാരായ സഹാബത്ത്, മുഹാദിറുകളാണെങ്കിലും അൻസാറുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുന്നു. മഹാനായ അബ്ദുല്ലാഹ് ബിൻ റവാഹ ഈ കരാറിനെ പൂർത്തീകരിക്കുകയാണ്. പിന്നീടുള്ള ജീവിതത്തിലുടനീളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അൻസാരികൾ സംരക്ഷിക്കുകയാണ്. അൻസാരികൾ എത്രത്തോളം സംരക്ഷിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ ജീവന് ഭീഷണിയായി, അവരുടെ അടുത്ത ബന്ധുക്കളുമായി അവർക്ക് ശത്രുതയിൽ ആവേണ്ടി വന്നു. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ ഗോത്രങ്ങളുമായി അവർക്ക് ശത്രുതയിൽ കഴിയേണ്ടി വന്നു. മാത്രമല്ല മഹാരഥന്മാരായ അൻസാരികൾ രാത്രിയിൽ പല സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെ വന്ന മുഹാദിറുകളായ വിശ്വാസികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ സ്വന്തം ജീവിതം അവർ മഹാരഥന്മാരായ മുഹാദിറുകൾക്ക് വേണ്ടി അൻസാറുകൾ പകുത്തു കൊടുത്തു. മാത്രമല്ല പലപ്പോഴും രാത്രിയിൽ അവർ തമ്മിലുള്ള സംഭാഷണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവർ പറയും, നമ്മൾ സാധാരണ പോലെയല്ല, രാത്രിയിൽ നമുക്ക് ചിലപ്പോൾ ശരിയായ രീതിയിൽ ഉറങ്ങാൻ എന്ന് വരില്ല. നമ്മുടെ ഉറക്കം നമ്മുടെ മുഹാദിറുകളായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന, നമ്മുടെ നാട്ടിലേക്ക് വന്ന ഈ മുഹാദിറുകൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ ഉറക്കം ചിലപ്പോൾ മാറ്റിവെക്കണം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. പക്ഷേ ഇത് നമ്മുടെ കരാറാണ്. അങ്ങനെ ജീവിതത്തിലുടനീളം അള്ളാഹുവിന് വേണ്ടി സകലതും സമർപ്പിച്ചു, അള്ളാഹുവിന് വേണ്ടി സമ്പത്ത് സമർപ്പിച്ചു, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൽ നിന്നും അള്ളാഹു നൽകിയതെല്ലാം സമർപ്പിച്ചു. അങ്ങനെ മുഅ്ത യുദ്ധത്തിലേക്ക് എത്തുകയാണ്. ഈ മഹാനായ അബ്ദുല്ലാഹ് ബിൻ റവാഹ അദ്ദേഹം പറയാണ്, ലാ നഖീലു വലാ നസ്തഖീലു, ഞാൻ ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല. കാരണം ഇത് ലാഭകരമായ കച്ചവടമാണ്, സ്വർഗമാണ് പകരമായി ലഭിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ റവാഹ മുഅ്ത യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റോമൻ 2 ലക്ഷത്തോളം വരുന്ന റോമൻ പട്ടാളവുമായി ഏറ്റുമുട്ടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ അയക്കുകയാണ്. ആ അയക്കുന്ന കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് അയക്കുന്ന നേതാവായിട്ട്? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സെയ്ദ് ബിൻ ഹാരിസ ഈ യുദ്ധത്തിന് നേതൃത്വം വഹിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇനി സെയ്ദ് ബിൻ ഹാരിസത്തിൽ മരണപ്പെട്ടാൽ രണ്ടാമത് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് ആയിരിക്കും. ഒന്ന് റസൂലുള്ളാഹിന്റെ വളർത്തുമകൻ, രണ്ടാമത്തെ റസൂലുള്ളാഹിന്റെ സഹോദരൻ, പിതൃവ്യപുത്രൻ. അങ്ങനെ ജഅഫർ ബിൻ അബി ത്വാലിബും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ മൂന്നാമതായി ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് അന്ന് അക്കബ ഉടമ്പടിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട ലാ നഖീലു വലാ നസ്തഖീലു, അള്ളാഹുവിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കും, എൻ്റെ ജീവിതത്തിലെ സകലതും സമർപ്പിക്കും, ഞാൻ അതിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോവുകയില്ല എന്ന് പ്രഖ്യാപിച്ച മഹാനായ അബ്ദുല്ലാഹ് ബിൻ റവാഹയാണ്. അദ്ദേഹമായിരിക്കും മൂന്നാമതായി ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. അബ്ദുല്ലാഹ് ബിൻ റവാഹയും ഇതിൽ മരണപ്പെട്ടാൽ മുസ്ലിമീങ്ങൾ കൂടിയാലോചന നടത്തിക്കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് 3 ആളുകളും പറഞ്ഞിട്ട്, ഈ 3 ആളുകളും പ്രായമായ ആൾക്കാരല്ല, വയസ്സന്മാരല്ല. ഈ 3 ആളുകളും യുവത്വം വിട്ട അല്ലെങ്കിൽ യുവത്വത്തിൽ തന്നെ നിൽക്കുന്ന, ജീവിതത്തിൽ സ്വപ്നങ്ങളുള്ള, സങ്കല്പങ്ങളുള്ള, ഭാര്യമാരുള്ള, കുടുംബങ്ങളുള്ള, എല്ലാമുള്ള സാധാരണ മനുഷ്യന്മാരാണ്. എന്നിട്ട് പോലും അവർ 3 പേരും ആ 2 ലക്ഷത്തോളം വരുന്ന സൈനികരുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി നമ്പർ ഇട്ട് പറയാണ്, ഇതിൽ ആദ്യമായി സെയ്ദ് ബിൻ ഹാരിസ മരണപ്പെട്ടാൽ എന്ന് റസൂലുള്ളാഹി പറയണം. അപ്പോൾ സെയ്ദ് ബിൻ ഹാരിസക്ക് ഉറപ്പായി ഞാൻ മരിക്കാൻ പോകുന്നതാണ്. കാരണം റസൂലുള്ളാഹി നമ്പർ ഇട്ട് കഴിഞ്ഞു. സെയ്ദ് ബിൻ ഹാരിസ മരിച്ചു കഴിഞ്ഞാൽ ജഅഫർ അബി ത്വാലിബ് മരണപ്പെട്ടാൽ അബ്ദുല്ലാഹ് ബിൻ റവാഹ. ഇങ്ങനെ റസൂലുള്ളാഹി 3 പേരെ എണ്ണി പറഞ്ഞു. അബ്ദുല്ലാഹ് ബിൻ റവാഹ മരണപ്പെട്ടാൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർക്ക് 3 ആൾക്ക് ഉറപ്പായി ഞങ്ങൾ മരിക്കാൻ പോകുന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അവർക്ക് ഉറപ്പാണ് ഇത് മരിക്കാൻ തന്നെ പോവാണ്. പക്ഷേ തൻ്റെ നാഥനുമായി ഉണ്ടാക്കിയ കരാർ, അള്ളാഹു തന്നതാണ് ഈ ജീവൻ, അള്ളാഹു തന്നതാണ് ഈ സമ്പത്ത്, അള്ളാഹു തന്നതാണ് എല്ലാം. ആ അള്ളാഹുമായി ആ റൂഹുകളുടെ ലോകത്ത് വെച്ച് കൊണ്ടുണ്ടാക്കിയ കരാർ, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്, ഞാനല്ലേ നിങ്ങളുടെ സംരക്ഷകൻ, എനിക്ക് വേണ്ടിയല്ലേ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സമർപ്പിക്കേണ്ടത്, എനിക്ക് വേണ്ടിയല്ലേ ഞാൻ റബ്ബാണ് എന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കേണ്ടതില്ലേ എന്ന് അവിടെ വെച്ച് നടത്തിയ കരാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർമ്മപ്പെടുത്തി.
അവർ ആ കരാറിൻ്റെ പൂർത്തീകരണമായിട്ട് അവർ പുറപ്പെടുകയാണ്, സന്തോഷത്തോടു കൂടി പുറപ്പെടുകയാണ്. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. റോമാ സാമ്രാജ്യത്തിൻ്റെ 2 ലക്ഷത്തോളം വരുന്ന പട്ടാളവുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് വല്ലാത്ത കഠിനമായ ദുഃഖം ബാധിച്ചു. ആ മദീനയിൽ അപ്പോഴുള്ള സഹാബത്തിനെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പെട്ടെന്ന് കണ്ണു തുറന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹയിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സെയ്ദ് ബിൻ ഹാരിസ അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു, തൻ്റെ കരാർ പൂർത്തീകരിച്ചിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണടച്ചു. ദീനിയായ കാര്യങ്ങൾ പ്രവാചകൻ സഹാബത്തുമായി കൂടിയിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രവാചകൻ കണ്ണടച്ചു. കണ്ണു തുറന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകയാണ്. സഹാബത്തിന് വല്ലാത്ത ദുഃഖം. അവരെ ദുഃഖം തളം കെട്ടിയ അന്തരീക്ഷത്തിൽ പ്രവാചകൻ കണ്ണടച്ച് തുറന്നുകൊണ്ട് പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ ജഅഫർ ഇബ്നു അബീ ത്വാലിബും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശക്തമായ പോരാട്ടം നടത്തി ആ കരാർ, അള്ളാഹുമായിട്ടുള്ള കരാർ പൂർത്തീകരിച്ചിരിക്കുന്നു. അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും കണ്ണടച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖഭാരത്തോടു കൂടി പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ റവാഹയും അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. ലാ നഖീലു, ഞാൻ ഒരിക്കലും, വലാ നസ്തഖീലു, ഇതിൽ നിന്ന് ഒരു അംശം പോലും പുറകോട്ട് പോവുകയില്ല. ജീവിതം അള്ളാഹ്ക്ക് കൊടുക്കും, ജീവിതത്തിലുള്ളതെല്ലാം അള്ളാഹ്ക്ക് കൊടുക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, തൗഹീദിൻ്റെ മാർഗത്തിൽ, ശിർക്കിനെതിരെയുള്ള പോരാട്ടത്തിൽ, അതിൻ്റെ പേരിൽ എന്ത് ത്യജിക്കേണ്ടി വന്നാലും ആ മാർഗത്തിൽ തന്നെയായിരിക്കും. അതിന് ഒരു അംശം പോലും പുറകോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിച്ച മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിലേക്ക് യാത്രയായി. ദുഃഖഭാരത്തോടുകൂടി ഇരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പ്രവാചകൻ്റെ മുഖത്ത് പുഞ്ചിരിയും സന്തോഷം വല്ലാതെ പ്രവാചകൻ്റെ മുഖത്തേക്കൊരു പ്രകാശം വരികയാണ്. പ്രവാചകൻ സന്തോഷിച്ചുകൊണ്ട് പറയും, ലഖദ് റുഫിയു ഇലയ്യ ഫിൽ ജന്ന, അവർ 3 പേരും എൻ്റെ അടുക്കൽ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എൻ്റെ അടുക്കലേക്കാണ് എത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിശ്വാസികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുമായി കരാറുണ്ടാക്കിയ ആളുകളാണ്. ആ കരാർ എന്ന് പറഞ്ഞാൽ കേവലം ഇബാദത്തുകൾ മാത്രമല്ല. ഇബാദത്തുകൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മറിച്ച് ജീവിതത്തിൽ അള്ളാഹു എന്തൊക്കെ നമുക്ക് നൽകിയോ അതൊക്കെ തിരിച്ച് അള്ളാഹുവിന് കൊടുക്കുക, ജീവനും അള്ളാഹുവിന് കൊടുക്കാൻ തയ്യാറാവുക. ഈ രീതിയിൽ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ സൂചിപ്പിച്ച ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള, തൗഹീദിൻ്റെ മാർഗത്തിലുള്ള, ശിർക്കിനെതിരെയുള്ള പോരാട്ടം അത് നമ്മൾ ശക്തമാക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടുക, അതിനുവേണ്ടി നമ്മൾ സംഘം ചേരുക. തൗഹീദിൻ്റെ മാർഗത്തിൽ, ശിർക്കിനെതിരെയുള്ള പോരാട്ടത്തിൽ, ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ, അധാർമികതക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ സംഘം ചേരുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതിനുവേണ്ടി നമ്മുടെ സമ്പത്ത് നമ്മൾ ചെലവഴിക്കുക. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യുക. അങ്ങനെ അള്ളാഹു എൻ്റെ റബ്ബാണ്, അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ ഷഹിദ്ന എന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റെടുത്തിട്ടുള്ള ആ കരാർ പൂർത്തീകരിച്ച് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞാൻ അതിനെക്കുറിച്ച് അശ്രദ്ധനായിരുന്നു എന്ന് പറയുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു വാക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ, നമ്മൾ ചിലപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹിൻ്റെ മുമ്പ് മറുപടി പറയേണ്ട കാര്യമാണ്. ഈ ബിസിനസ് ഒരു വ്യക്തിയുമായിട്ട് നടത്തുന്ന ഒരു കരാർ മാത്രമല്ല, ആ കരാർ നമുക്ക് കൃത്യമാക്കണം. പക്ഷേ അള്ളാഹുവിനോട് കൂടിയുള്ള ഒരു കരാർ കൂടിയാണ്. സത്യസന്ധമായ രീതിയിൽ കച്ചവടം നടത്തുക, കുടുംബജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക, അയൽപ്പക്കവുമായി സത്യസന്ധത പുലർത്തുക, കൂട്ടുകാരുമായിട്ട് സത്യസന്ധത പുലർത്തുക, എല്ലാവരോടും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക, എല്ലാവരോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുക, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. ഈ രീതിയിൽ എല്ലാ രംഗത്തും കരാറിൻ്റെ പൂർത്തീകരണം, വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം, സത്യസന്ധതയുടെ പൂർത്തീകരണം, അതോടൊപ്പം തന്നെ അള്ളാഹുവിന് വേണ്ടി ശിർക്കിനെതിരെയുള്ള പോരാട്ടം നടത്തുക. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മർമ്മം. അപ്പോൾ 2 കരാറും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേവലം സാധാരണ നമ്മൾ വ്യക്തികളുമായിട്ടുണ്ടാക്കുന്ന കരാർ മാത്രമല്ല, ആ കരാറും അതല്ലാത്ത അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ജീവിച്ചു കൊള്ളാം, ഞാൻ തൗഹീദിലധിഷ്ഠിതമായി ജീവിച്ചു കൊള്ളാം എന്ന ഒരു കരാറും കൂടി നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ 2 കരാറിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക, ഇത് ഏറ്റവും മനോഹരമായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം സംസാരിച്ചു. മുത്തഖീങ്ങളുടെ ലക്ഷണം പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നു. എപ്പോൾ? ഫിസ്സറ, അവർക്ക് കയ്യിൽ പൈസ ഉള്ള സമയത്ത്, അവർക്ക് ക്ഷാമമല്ല ക്ഷേമമുള്ള സമയത്ത്. അവിടെ വെച്ച് നിർത്തിയില്ല. വദ്ദറ, അവർക്ക് ക്ഷാമമുള്ള സമയത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കും. അത് മുത്തഖീങ്ങളുടെ ലക്ഷണമാണ്. അവർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചത്. സൂറത്ത് ആലി ഇമ്രാൻ. ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ സ്വർഗത്തിൽ എത്തുന്ന മുത്തഖീങ്ങളുടെ സ്വഭാവങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കും. എപ്പോ? ക്ഷാമകാലത്തും ക്ഷേമകാലത്തും. ക്ഷേമകാലത്ത് മാത്രമല്ല. അപ്പോൾ ക്ഷേമം ഉള്ള സമയത്ത് നമുക്ക് ചെലവഴിക്കാൻ പറ്റും. ക്ഷാമമുള്ള സമയത്തോ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണ എന്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അസ്സദഖത്തു ബുർഹാനുൻ, സദഖ അത് തെളിവാണ് എന്ന് റസൂലുള്ള പറയും. നമസ്കാരം തെളിവാണ് എന്നല്ല പറഞ്ഞ്, സദഖ തെളിവാണ്. എന്ത് തെളിവ്? ഒരാൾ പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ മാർഗങ്ങളിലും അയാൾ ധനം ചെലവഴിക്കും. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് ധനം ചെലവഴിക്കുക പുണ്യകരമാണ്. അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക എന്നത് അസ്സദഖത്തു ബുർഹാനുൻ, അത് ഒരാൾ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന യുളാഇഫഹു ലഹു വലഹു അജ്റുൻ കരീം. വമൻ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, ആരാണ് അള്ളാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കാൻ തയ്യാറുള്ളത്? അള്ളാഹുവിന് കടം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ? അള്ളാഹുവിൻ്റെതാണ് എല്ലാം. നമ്മുടെ ഈ ശരീരവും നമ്മൾ ശ്വസിക്കുന്ന വായു മുതൽ എല്ലാം അള്ളാഹുവിൻ്റെ. എന്നിട്ട് അള്ളാഹു പറയാണ്, വമൻ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, ആരുണ്ട് അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ? അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, പ്രത്യേകിച്ച് ഈ ദഅവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ഈ കാര്യങ്ങളിൽ ധനം ചെലവഴിക്കുക എന്നത് അള്ളാഹുവിന് കൊടുക്കുന്ന കടമായി പോലും അള്ളാഹു വിശദീകരിക്കണം. അത്രയും ഉയർന്നൊരു അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. അള്ളാഹ്ക്ക് കടം കൊടുക്കാനുള്ള യോഗ്യത നമുക്കില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഫക്കീറുകൾ മാത്രമാണ്. എന്നിട്ടും അള്ളാഹു ആ ഒരു പ്രവർത്തനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, പള്ളിയുടെ കാര്യത്തിൽ, മദ്രസയുടെ കാര്യത്തിൽ, അതുപോലെ ദഅവത്തിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ ഈ മാർഗത്തിലൊക്കെ ധനം ചെലവഴിക്കുന്നതിനെ പറ്റി അള്ളാഹ് പറയുന്നത് എന്താ? ആരുണ്ട് കടം കൊടുക്കാൻ? അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ. ഫയുളാഇഫഹു ലഹു, അവൻ അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കും. ഈ ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇരട്ടിയല്ല. അത് എന്താണ്? അതിൻ്റെ ഉള്ള പ്രതിഫലം, അതിനുള്ള ശ്രേഷ്ഠത, അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുന്ന പദവി, അത് എത്രയാണ്, എന്താണ് എന്നൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മൾ കൊടുത്തതിൻ്റെ ഇരട്ടി എന്നല്ല പറഞ്ഞത്, അത് ഇരട്ടിയായി. അത് കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ തഖ്വക്ക് അനുസരിച്ച് ബിഗൈരി ഹിസാബ്, നമുക്കൊരു കണക്കും പറയാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു ഐഹിക ലോകത്തും പരലോകത്തും നമുക്ക് വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും. ഐഹിക ലോകത്തും നമുക്ക് വർധനവുണ്ടാവും. എല്ലാ അനുഗ്രഹങ്ങളുടെയും വർധനവാണ് ഉദ്ദേശിക്കുന്നത്. കേവലം സമ്പത്തിൽ അനുഗ്രഹമല്ല പറയണത്, സമ്പത്തിലും എല്ലാ നന്മയിലുമുള്ള വർധനവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതാണ് പറയുന്നത്, ഫയുളാഇഫഹു ലഹു വലഹു അജ്റുൻ കരീം. അജ്റുൻ കരീം, മാന്യമായ പ്രതിഫലമാണ് അയാൾക്കുള്ളത്. സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട, നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഒരു ഹിഫ്ള് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വീണ്ടും മെച്ചപ്പെടുത്താൻ വേണ്ടി, അത് ഡൗണായി പോയിട്ടുണ്ടെങ്കിൽ, ഡൗണായി പോകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ശക്തമായിട്ട് എന്ത് ചെയ്യണം? അതിന് വീണ്ടും
പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ദഅവത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഖുർആൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഏത് കാര്യങ്ങളാണ്, ഒരു കാര്യവും അടിക്ക് പോകാൻ നമ്മൾ സമ്മതിക്കരുത്. കാരണം ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് ഏത് കാര്യങ്ങളും, ഒരു ഖുർആൻ ക്ലാസ് തുടങ്ങിയാൽ അത് ഡൗണായി പോകുന്ന സാഹചര്യം പലയിടത്തും ഇല്ല. അത് നമ്മൾ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും നമ്മൾ ആളുകളെ വിളിച്ച് കൊണ്ടുവന്ന്, അതുപോലെ തന്നെ മറ്റ് സദസ്സുകൾ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹിഫ്ദ് സ്ഥാപനം, ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമ്മുടെ മദ്രസ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ധനം ചെലവഴിക്കേണ്ടി വരും, കുറച്ച് പൈസ നമ്മൾ ഇറക്കേണ്ടി വരും. പൈസ ഇറക്കണം, നമ്മുടെ സമയം നമ്മൾ കൊടുക്കണം. ഇതൊക്കെ അള്ളാഹ്ക്ക് നമ്മൾ കൊടുത്ത ആൾക്കാരാണ്. ഇത് അള്ളാഹ്ക്ക് വിറ്റവരാണ്. അള്ളാഹ്ക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് വിറ്റ് കഴിഞ്ഞു. മിനൽ മുഅ്മിനീന അൻഫുസഹും അംവാലും. നമ്മളെ തന്നെ അള്ളാഹ്ക്ക് വിറ്റവരാണ്. വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ കരാർ നമ്മൾ പൂർത്തീകരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ, മദ്രസയുടെ പ്രവർത്തനങ്ങൾ, ഹിഫ്ദ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ദഅവത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ, ഖുർആൻ ക്ലാസ്സിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ സമയവും സമ്പത്തും കൊടുക്കണം. ഇത് നമ്മളടുത്ത് പൈസ ഇല്ലെങ്കിൽ നമ്മൾ വേറുള്ളവരോട് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മുടെ പള്ളിയിൽ ഇന്നൊരു കാര്യമുണ്ട്, അതിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കണം. അപ്പം ആ പ്രേരിപ്പിച്ച ആൾക്ക്, ആ ചെലവഴിച്ച ആളുടെ അതേ തത്തുല്യമായ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ, തത്തുല്യമായ ശ്രേഷ്ഠത ലഭിക്കുകയാണ്. ഇപ്പം നമ്മളെ മദ്രസയിൽ കുറച്ച് ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെ ഒക്കെ കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ വേണ്ടത്? ചാടി വീഴുക. സഹാബാക്കൾ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്ക് പുറപ്പെടാൻ പോവുകയാണ്. നമ്മൾ ക്ഷേമകാലത്തല്ല തബൂക്ക് നടക്കുന്നത്, ക്ഷാമകാലത്താണ്. റസൂലുള്ളാഹി പറയുന്നു, സഹാബത്ത് കയ്യിലുള്ളതൊക്കെ കൊടുക്കണം, മത്സരിക്കുകയാണ്. ഇതേ രീതിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മത്സരബുദ്ധിയോടുകൂടി നമുക്കുള്ളതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. ഇത് വിറ്റുപോയി. നമ്മുടെ സമയവും ബുദ്ധിയും നമ്മുടെ പദ്ധതികളും എല്ലാം അള്ളാഹുവിന് കൊടുക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ബെഞ്ച് ഡെസ്കിൻ്റെ കാര്യം ഇപ്പോൾ വന്നിട്ടുള്ളൊരു ആവശ്യമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നമ്മൾ കൂടി ഇന്ന് ആലോചിച്ചിട്ട് അത് പെട്ടെന്ന് പൂർത്തീകരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൂടി ആലോചിച്ച് ശക്തമാക്കുക. നമ്മൾ ഈ പ്രദേശത്ത് ശക്തമായ ദീനിയായ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഇതൊന്നും നമ്മൾ വിചാരിച്ചാലൊന്നും നടക്കില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ അള്ളാഹു തിരിഞ്ഞു നോക്കില്ല. നമ്മൾ ഇറങ്ങി നോക്ക്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. നമ്മൾ പൈസ ഇറക്കാൻ തയ്യാറാവണം, പൈസ ഇറക്കണം. എന്ന് വെച്ചാൽ നമുക്കൊരു നഷ്ടം അതുകൊണ്ട് ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മയിലും മുന്നേറാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ സംഭവിച്ച വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, എൻ്റെ മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനക്കരുത്തും ഈമാനും സബ്റും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൺകുളിർമയുള്ള വിജയം വിശ്വാസി ലോകത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി വിശ്വാസി സമൂഹത്തോട് അള്ളാഹു ഔദാര്യം കാണിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായി, മാനസികമായി, കുടുംബപരമായി അനേകം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അസ്വസ്ഥതകളും വേദനകളും അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങളെ, വിഷമങ്ങളെ ദൂരീകരിച്ച് അള്ളാഹു അവരോട് കാരുണ്യം കാണിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പൊന്നു മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു മാപ്പാക്കി അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി അള്ളാഹു അവരോട് കാരുണ്യം കാണിക്കുമാറാകട്ടെ. അവസാനം മുഅ്മിനായി, മുത്തഖിയായി, മുഹ്സിനായി അള്ളാഹുവിനോട് ഉള്ള കരാറ് പൂർത്തീകരിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി, വിശ്വാസിയായി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും, നമ്മുടെ തലമുറകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയുടെ ഭയാനകതയിൽ നിന്ന് അള്ളാഹു നമ്മളോട് കാത്തുരക്ഷിച്ച് ഔദാര്യം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിധാനയുടെ കെടുതികളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരോടൊപ്പം ആ സ്വർഗീയ ഭവനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി നമ്മളെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ മുൻഗാമികളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.